ഹായ് അസ്സാം വലൈക്കും. അരസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു തക്കാളിയും വെണ്ടയും കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, കുറച്ച് നിങ്ങൾ ആവശ്യത്തിന് വെണ്ട എടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇത് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ കടുക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ്, അത് നമുക്കിതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം തക്കാളി നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വഴറ്റിയെടുക്കണേ നമ്മൾ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നല്ല പോലെ മൂടി വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണേ തക്കാളി. നല്ലോണം ഒന്ന് തക്കാളി വാടിയതിന് ശേഷം നമുക്ക് എന്താക്കാം, 2 പച്ചമുളക് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് വഴറ്റി ഒന്ന് നമുക്ക് എന്താക്കാം, നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന വെണ്ടയൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. വെണ്ട നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ വഴന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തത്, പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. നല്ല പോലെ ഒന്ന് വഴറ്റുക. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നീട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, പുളി നല്ല പോലെ ഒരു കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അതിൻ്റെ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ ഇത് പുളിയിൽ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാവുന്നതാണ്. പിന്നെ ഞാൻ അഡീഷണൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരണം കേട്ടോ. കറിയൊക്കെ ഒന്ന് പിന്നെ വറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലവണ്ണം വറ്റാൻ വെക്കാം. എല്ലാം കൂടെ ഇതാക്കാണ്ട നല്ല പോലെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് എന്താക്കാം, നമുക്കിതിലേക്കൊരു സ്പെഷ്യലായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ കണ്ടോ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു മധുരം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കാൻ മറന്നു പോകരുത്. അപ്പോഴാണ് പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഈ എരിവിൻ്റെ കുത്തലൊക്കെ മാറാൻ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ മേലെ വിതറി കൊടുക്കാം. ഇതാക്കണ്ട നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.